ഓക്കെ, ഈ വല്യങ്ങാടിഞ്ഞ് കെട്ടിടാപകടവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിൽ നിന്നും തുടങ്ങാം നമുക്ക്. ഈ മണിക്കൂറും പക്ഷെ വലിയ അപകടമാണല്ലേ, വലിയ വ്യാപ്തിയിലുള്ള അപകടമാണ്. 4 മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടമാണ്. ഇന്നലെ രാവിലെയോടുകൂടി, രാവിലെ എന്ന് വെച്ചാൽ ഒരു 11-11:30 മണിയോടുകൂടി നടക്കുന്ന ഒരു സംഭവമാണ്. സംഭവം ഒന്നും പറയാൻ പറ്റില്ല, അതൊരു വലിയ ദുരന്തമായിട്ട് വന്നല്ലേ, ഒരു വലിയ ദുരന്തമായിരുന്നു അത്. പിന്നീട് നമ്മൾ കണ്ടത് അവിടെ പെട്ടെന്നുള്ളൊരു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നു. അതിനുശേഷം അവിടെ പല രാഷ്ട്രീയ സംഘം, പ്രത്യേകിച്ച് യുവമോർച്ചയുടെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ മാർച്ച് നടന്നു. പിന്നീട് മേയർ വന്നു, മേയർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കേട്ടു. അതിനുശേഷം ഇത് കാലങ്ങളായിട്ട് തന്നെ ആളുകൾ അവിടെ നിന്നും മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കെട്ടിടമാണ് എന്നും അതിന് 2024 തന്നെ ഫിറ്റ്നസ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതാണെന്നും തുടങ്ങിയ വാർത്തകളും വിവരങ്ങളും ഒക്കെയും പുറത്തു വരികയും അവിടുത്തെ ഫയർഫോഴ്സ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പങ്കെടുത്ത ഫയർ ഓഫീസറുടെയൊക്കെ നമ്മൾ ബൈറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ട ദിവസമായിരുന്നു ഇന്നലെ. അപ്പം അതിനുശേഷം 4 പേരുടെ ജീവൻ നഷ്ടമായി. അതിൽ ഒരാളുടെ ഖബറടക്കം ഇന്നലെ രാത്രി വൈകി നടക്കുകയും ചെയ്തു. മറ്റ് 3 പേരുടെ സംസ്കാരം നടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. മാത്രമല്ല, ഇന്നിപ്പോൾ മേയർ അവിടെ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്ന മേയർ ഒരു വിശദീകരണം നൽകും. അതിനൊപ്പം തന്നെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിവിധ സംഘടന നേതൃത്വത്തിൽ ഇന്നും മാർച്ച് നടക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് അവിടെ നടക്കാനുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാകും ഈ മേയർക്ക് പറയാനിടയുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് സരീഷ് പി.കെ പറഞ്ഞുതരും. സരീഷ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. വലിയൊരു ദുരന്തമായിരുന്നു ഇന്നലെ കോഴിക്കോട് നടന്നത്. അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. പക്ഷെ ആരുടെയൊക്കെയോ അനാസ്ഥ കാരണം അതങ്ങനെ ഒരു വലിയ ദുരന്തമുണ്ടായി. 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു സങ്കടകരമായ നിമിഷങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മേയർ 9 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് പഠിക്കണം, പഠിച്ച ശേഷമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തൊക്കെ പറയാനാണ് സാധ്യത മേയർ? ഒപ്പം തന്നെ അതിന് പിന്നാലെ ഈ അനാസ്ഥയുടെ വിവരങ്ങളൊക്കെയും സമൂഹം മുഴുവൻ ചർച്ച ചെയ്ത ഘട്ടത്തിൽ ഇന്നിപ്പോൾ മേയർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രമേൽ പ്രാധാന്യവുമുണ്ട്. അതിനൊപ്പം തന്നെ മരിച്ച മറ്റുള്ളവരുടെ സംസ്കാര നടപടികൾ അതെങ്ങനെയാണ് സരീഷ്? ഇന്നലെ ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്നാണ് എല്ലാവരും ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ ആരോപണവും. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങൾ നടക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് മേയറുടെ വാർത്താ സമ്മേളനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2024 എഞ്ചിനീയറിംഗ് വിഭാഗം, പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ ആ കെട്ടിടം പ്രവർത്തനക്ഷമമല്ല, ആ കെട്ടിടത്തിൽ ഒരു കട പോലും അടുത്ത ദിവസത്തിനുള്ളിൽ നിർത്തണം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് നേരിട്ട് കോർപ്പറേഷന് റിപ്പോർട്ട് നൽകിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ആ കെട്ടിടത്തിൽ പുതിയ കടകൾ പോലും പ്രവർത്തിച്ചത് എന്ന ചോദ്യം കോർപ്പറേഷന് എതിരെയുള്ളതാണ്. പുതിയ ഭരണസമിതിയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാനാകില്ലെങ്കിൽ പോലും എന്താണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സംഭവിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഇന്ന് മേയർക്ക് അവതരിപ്പിച്ചേ മതിയാവൂ. അതിൽ 2 വാദങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, 2024 ഈ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ മുഴുവൻ കട ഉടമകൾക്കും ലൈസൻസ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സെക്രട്ടറിയുടെ വാദം. അതായത് 2023 അനുവദിച്ച ലൈസൻസിൻ്റെ കാലാവധി ഈ വർഷം വരെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അവർ ഏതെങ്കിലും രീതിയിൽ നിയമ നടപടികളിലേക്ക് പോയാൽ അത് വലിയ പ്രതിസന്ധിയാകും എന്നുള്ളതുകൊണ്ടും നിലവിൽ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ സംഭവിക്കാത്തതിനാലാണ് അവരെ ഒഴിപ്പിക്കാതിരുന്നത് എന്നൊരു വിശദീകരണമാണ് സെക്രട്ടറി നൽകിയത്. ഇതേ വിശദീകരണമാണോ മേയർ നൽകാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗമായി പറയുന്നത്, നേരത്തെ മുൻ കൗൺസിലറുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2024 തന്നെ മുഴുവൻ കട ഉടമകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതിനിടയിൽ ഇവർ കോടതിയെ സമീപിക്കുകയും അവർക്ക് കാലതാമസം നൽകണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ ഒഴിപ്പിക്കാവൂ എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ വൈകിപ്പിച്ചത് എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. പക്ഷേ അതിന് വ്യക്തമായ ഒരു സൂചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രേഖകളോ അവർ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് 2024 തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും ഈ 2 വർഷത്തിനുള്ളിൽ നടപടിയെടുക്കാത്തത് എന്ന കാര്യത്തിൽ മേയറുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ഇന്ന് ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഒരു പ്രൈവറ്റ് കെട്ടിടമാണ് ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സർട്ടിഫൈ ചെയ്യുകയും അടച്ചു പൂട്ടണം എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതെങ്കിൽ സാധാരണഗതിയിൽ ഉടൻ തന്നെ കോർപ്പറേഷൻ ആ കെട്ടിടത്തിന് നോട്ടീസ് നൽകും, 1 മാസത്തെ സമയം നൽകും. ആ സമയത്തിനുള്ളിൽ അവിടെ നിന്നും ഇറങ്ങി ആ കെട്ടിടം അടച്ചു പൂട്ടിയില്ലെങ്കിൽ സ്വാഭാവിക നടപടി എന്ന രീതിയിലേക്ക് നിയമ